നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് നെക്ക് ബാൻഡുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവസാനം CMF by Nothing എന്ന് പറയുന്ന അവരുടെ ആ ഒരു നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വരെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൂട്ടത്തിലോട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പ്രൊഡക്റ്റാണ് റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്ന നെക്ക് ബാൻഡിൻ്റെ ആ ഒരു യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ, അതായത് ടിപ്പിക്കൽ റിയൽമി കളർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു പാക്കേജാണ് ഇവിടെ വരുന്നത്. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതാ ഈ ഒരു നെക്ക് ബാൻഡ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ 2 പെയർ ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ആർക്കും ആവശ്യമില്ലാത്ത ഈ ഒരു പേപ്പറും കിട്ടുന്നുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും ഒരു മടിയും കാണിക്കരുത്. നമുക്കിതിൻ്റെ ഒരു ഡിസൈനിൽ തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. CMFിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയ്ക്ക് ഈ ഒരു മൊത്തത്തിൽ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി താഴോട്ട് ഇറങ്ങി നിന്നിരുന്നു. ആ ഒരു പ്രശ്നം ഇതിന് വരില്ല. ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ANC ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വോളിയം പ്ലസ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോൾ ആൻസർ ചെയ്യുക, പോസ് ചെയ്യുക, പാട്ടുകൾ പോസ് ചെയ്യുക, ആ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് തന്നെ മാഗ്നറ്റ് വഴി ഈ സംഭവം ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാസ്. നമ്മൾ പാട്ടാണെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും ഈവൻ ഒരു റീല് കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏറ്റവും കുറച്ചിടാനും സാധിക്കും. നല്ല രീതിക്ക് ആർട്ടിഫിഷ്യലായിട്ട് എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ബേസ് കിട്ടാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ANC മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശക്തൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അപ്പുറം നിൽക്കുന്ന ആൾക്ക് അത് സുഖമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും സിനിമ കാണുകയാണെങ്കിലും ആ ഒരു സമയത്തും നമുക്ക് ANC മോഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ സറൗണ്ടിങ് സൗണ്ട് നമ്മളുടെ ചെവിട്ടിലോട്ട് എത്തില്ല. ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ മാത്രമല്ല, പാട്ടോ സിനിമയോ അല്ലെങ്കിൽ മറ്റ് മീഡിയ കൺസംഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതിൻ്റെ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസ്പെറൻസി മോഡ് കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് അതിൽ പോയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ മുകളിലൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ANCയുടെ ഓരോ മോഡുകൾ, ട്രാൻസ്പെറൻസി മോഡ് വേണോ, ഓഫ് ചെയ്യണോ, അതോ ഈ ഒരു ANC മോഡ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഓരോ ബട്ടണും എന്താണെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് എത്രത്തോളം വേണം എന്നുള്ളത് ആ ഒരു ബേസ് ലെവൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതൊരു കിഡിലൻ ഫീച്ചർ തന്നെയാണ് കേട്ടോ. അൾട്രാ ബേസ് എന്ന് പറയുന്നത് ഇതാണ് അൾട്രാ ബേസ്. ഞാനിതിൻ്റെ പ്രൈസ് പോയിന്റ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് 1699 രൂപയ്ക്കാണ്. ഓഫർ വരുന്ന സമയത്ത് ഒരു 100-200 കുറയാറുണ്ട്, അത്രമാത്രം. ഓക്കെ, അപ്പോൾ ബാസ് കിഡിലൻ ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് തരാത്ത അത്ര ആ ഒരു ബാസ് കിട്ടുന്നുണ്ട്. അത് വോയിസ് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ അങ്ങനെ പാട്ടിനെ നശിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഒന്നും പോകുന്നില്ല. നല്ല ക്ലിയർ വോയിസ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ANCയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 30 dB വരെയുള്ള നോയ്സുകളാണ് ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ കിഡിലനായിട്ടുണ്ട്. OnePlusൻ്റെ ആ ഒരു ANC മോഡലുണ്ട്, അതിന് ഏകദേശം 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിനോടൊക്കെ കെട്ട പിടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതിനും കിട്ടുന്നത്. വോയിസിൻ്റെ കോൾ ചെയ്യുമ്പോഴുള്ള വോയിസ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. സോ കോളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും കോളിംഗ് പർപ്പസിന് ഈ ഒരു സാധനം മുത്താണ്. ഇതിൽ 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് കിട്ടുമെന്നാണ് റിയൽമി പറയുന്നത്. ഞാൻ ഒരുപാട് പാട്ടുകളും വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കിട്ടുന്നുണ്ട് പലപ്പോഴും ആ ഒരു എഫക്റ്റ് അവിടെ നിന്നൊക്കെ വരുന്ന പോലെ വരുന്നുണ്ടെങ്കിലും, ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിലും അതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫീല് മാത്രം. ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ട്, ആ ഒരു ഫീച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ റിയൽമി അവകാശപ്പെടുന്നത് 40 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈമാണ് പറയുന്നത്. 40 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 2 ദിവസത്തിനടുത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം, ഈ ഒരു മാഗ്നറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 40 മണിക്കൂർ എന്ന് പറയുന്നത് ഏകദേശം 3, 4, 5 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്നൊരു
ബാറ്ററി ലൈഫ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 6 ദിവസത്തോളം ആയിട്ടുണ്ട്. ഇതുവരെ രണ്ടാമത് റീചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും 43% ബാറ്ററി ബാക്കപ്പ് ഇതിൽ ബാക്കിയുണ്ട്. സോ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഗൂഗിളിന്റെ ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് ഏത് ആൻഡ്രോയിഡ് ഫോണിന്റെ അടുത്ത് പോയിട്ടും ഈ ഒരു മാഗ്നറ്റിക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. വൺസ് ഈ ഒരു സംഭവം നമ്മളൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ ഇത് ഓരോ തവണ ഊരുമ്പോഴും ഏത് ഡിവൈസായിട്ടാണോ അവസാനം കണക്ട് ചെയ്തത് ആ ഒരു ഡിവൈസുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പെയർ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൾ റിങ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് ഡിറ്റാച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ഫോണുമായിട്ട് അത് ഇമ്മീഡിയറ്റ്ലി കണക്ട് ആവുന്നുണ്ട്. പിന്നെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിലും ഒരേ ഈ ഒരു നെക്ക് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഫീച്ചറൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സംശയവുമില്ല. അടിപൊളി. ഇതിൽ 45 ms അൾട്രാ ലോ ലൈറ്റൻസി മോഡ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഓഡിയോ വീഡിയോ സിങ്ക് ആവാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യില്ല. ഗെയിമേഴ്സിന് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ഈ ഗെയിമിംഗ് മോഡുള്ള മറ്റ് TWSകൾ കാര്യങ്ങളെല്ലാം വയേർഡ് ഹെഡ്ഫോണുകളൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് മെയിൻലി കോളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, നല്ല ബേസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അടിപൊളിയായിട്ട് ബേസ് ഇഷ്ടപ്പെട്ട് നല്ല തകർത്താടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെറ്റോ കാര്യങ്ങളൊന്നും ഇതിലോട്ട് കയറില്ല. ചെറിയ രീതിക്ക് ചാറ്റൽ മഴ കാര്യങ്ങളോ കൊണ്ടാലൊന്നും ഇതിനങ്ങനെ കംപ്ലൈൻറ്റ് വരാനായിട്ട് ഒന്നും പോകുന്നില്ല. പിന്നെ ഒരു പറയാനുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ചാർജിങ് പോർട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ C ടൈപ്പാണ് വരുന്നത്, അത് ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ 2000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊരു നെക്ക് ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 3 പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഓപ്പോയുടെ M32 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നല്ലതാണ്. OnePlusന്റെ നെക്ക് ബാൻഡും കിടിലൻ സാധനമാണ്. പിന്നെ CMF by നത്തിങ്ങിൻ്റെ നെക്ക് ബാൻഡ് ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാത്തത് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. പക്ഷേ അതിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ ഈ കഴുത്തിലോട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ കോളറിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. പക്ഷേ CMFൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും താഴോട്ട് ഇറങ്ങും. ഡോക്ടർമാർ ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ടിട്ടുള്ള അവസ്ഥ പോലെ താഴ്ന്നു നിൽക്കുന്ന ഒത്തിരി ഇറങ്ങി നിൽക്കും. സോ ഞാൻ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നെക്ക് ബാൻഡാണ് ഈ റിയൽമി ബഡ്സ് വയർലെസ് 3 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എപ്പോഴും പറയാറുള്ള പോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.